ഹായ് ഡിയർ സ്റ്റുഡൻസ്, സിസ്റ്റം ടെസ്റ്റിങ്ങിലെ അടുത്ത വീഡിയോയിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ ഫങ്ഷണൽ വേഴ്സസ് നോൺ ഫങ്ഷണൽ പാർട്ട് പറഞ്ഞു. അത് തന്നെയാണ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ഫങ്ഷണൽ സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഫങ്ഷണൽ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ആസ് functional testing is performed at various testing phases, there are two obvious problems. ഒരു ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ ടെസ്റ്റിംഗ് ഫേസസിൽ മെയിനായിട്ട് രണ്ട് പ്രോബ്ലംസാണ് ഉണ്ടാവാറ്. ഒന്ന് ഡ്യൂപ്ലിക്കേഷനും ഒന്ന് ഗ്രേ ഏരിയയും. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ, അതായത് പല പല ഫേസുകളിലായിട്ടാണ് ഈ ഫങ്ഷണൽ സിസ്റ്റം ടെസ്റ്റിംഗ് നടക്കുക, ഒരു ഒറ്റ ഫേസിലല്ല. അപ്പോൾ പല പല ഫേസുകളിൽ നടക്കുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരാം. അതായത് ഒരേ ടീം തന്നെ ആയിക്കൊള്ളുന്നില്ല ഓരോ ഫേസിലും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ഫേസ് ചെയ്ത ടെസ്റ്റിങ് വീണ്ടും അടുത്ത ഫേസിൽ ആവർത്തിച്ച് വന്നേക്കാം. അത്തരം ടെസ്റ്റിങ് വഴി ഡ്യൂപ്ലിക്കേഷൻ വരും. അതാണ് ഒരു പ്രോബ്ലം. പിന്നെ ഒന്ന് ഗ്രേ ഏരിയയാണ്. ഗ്രേ ഏരിയ അറിയാൻ മിസ്സിങ് ആണ്. അതായത് ഒറ്റ ഫേസിലും ടെസ്റ്റിംഗ് നടക്കാതെ പോവുക, ചില ഭാഗം മിസ്സായി പോവുക. അത്തരം പ്രോബ്ലത്തിന് പറയുന്ന പേരാണ് ഗ്രേ ഏരിയ. ഈ രണ്ട് പ്രോബ്ലമാണ് മെയിനായിട്ട് ഫങ്ഷണൽ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ ഉണ്ടാകുന്ന രണ്ട് പ്രോബ്ലങ്ങൾ. ഗ്രേ ഏരിയ മെയിനായിട്ടും സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ലാക്ക് ഓഫ് നോളജാണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോർഡിനേഷനാണ്. കറക്റ്റായിട്ട് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ വിട്ടു പോവില്ല. ഒന്ന് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം, പക്ഷെ അവർ വിട്ടു പോകാനുള്ള സാധ്യതയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ അറിവില്ലായ്മയോ അല്ലെങ്കിൽ കോർഡിനേഷൻ ഇല്ലായ്മയോ ഒക്കെയാണ് കാരണം. പിന്നെ പറയുന്നത് മൾട്ടിപ്പിൾ വേസ് ഒരു സിസ്റ്റം ടെസ്റ്റിങ്ങിൽ ഫങ്ഷണൽ സിസ്റ്റം ടെസ്റ്റിംഗ് നടക്കാനുള്ള പല പല മാർഗ്ഗങ്ങൾ, ടെക്നിക്കുകളാണ്. ഒന്ന് ഡിസൈൻ ഓർ ആർക്കിടെക്ചർ വെരിഫിക്കേഷൻ, രണ്ടാമത്തത് ബിസിനസ് വെർട്ടിക്കൽ ടെസ്റ്റിംഗ്, 3 ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ്, 4 ബീറ്റ ടെസ്റ്റിംഗ്, 5 സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെസ്റ്റിംഗ് ഫോർ കംപ്ലയൻസ്. അങ്ങനെ 5 തരമുണ്ട്. ഫസ്റ്റ് ഡിസൈൻ ഓർ ആർക്കിടെക്ചർ വെരിഫിക്കേഷൻ. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഫങ്ഷൻ ടെസ്റ്റിംഗ് the test cases are developed and checked against the design and architecture to see whether they are actual product level test cases. ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈനിങ് നോക്കിക്കൊണ്ടുള്ള ടെസ്റ്റിംഗ് ആണ് ഒരു പ്രൊഡക്റ്റ് ലെവൽ ടെസ്റ്റ് കേസസ് ആണ് ഫസ്റ്റത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. കമ്പയറിംഗ് വിത്ത് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, ദ ടെസ്റ്റ് കേസസ് ഫോർ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആർ ക്രിയേറ്റഡ് ബൈ ലുക്കിംഗ് അറ്റ് ഇൻ്റർഫേസ്, വേറാസ് സിസ്റ്റം ലെവൽ ടെസ്റ്റ് കേസ് ആർ ക്രിയേറ്റഡ് ഫസ്റ്റ് ആൻഡ് വെരിഫൈഡ് വിത്ത് ഡിസൈൻ ആർക്കിടെക്ചർ. ഇൻറ്റഗ്രേഷൻ ലെവലിൽ ആദ്യം ടെസ്റ്റ് ചെയ്യപ്പെടുക. ഇൻറ്റഗ്രേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് ടെസ്റ്റിംഗ് കേസസിനെയാണ് ആദ്യം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതേസമയം ഈ സിസ്റ്റം ടെസ്റ്റ്, അതായത് ഇത് ഫങ്ഷണൽ സിസ്റ്റം ടെസ്റ്റിൻ്റെ കേസിൽ ആദ്യം ടെസ്റ്റ് കേസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ് വെരിഫൈ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഡിസൈനിങ്ങിനെ ആർക്കിടെക്ചർ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റ് ലെവൽ ഓർ കമ്പൗണ്ട് ലെവൽ ടെസ്റ്റ് കേസസ് ആണ്. ദിസ് ടെക്നിക് ഹെൽപ്സ് ഇൻ വാലിഡേറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ദാറ്റ് ആർ റിട്ടൺ ബേസ്ഡ് ഓൺ കസ്റ്റമർ സെനാരിയോ ആൻഡ് വെരിഫൈങ് ദം യൂസിങ് പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഈ ടെക്നിക്ക് മെയിനായിട്ടും പ്രൊഡക്റ്റിൻ്റെ വാലിഡേഷൻ മനസ്സിലാക്കാനും കസ്റ്റമറിൻ്റെ സെനാരിയോ, കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം മനസ്സിലാക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. അതാണ് ഡിസൈൻ ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞ ബിസിനസ് വെർട്ടിക്കൽ ടെസ്റ്റിംഗ് ആണ്. ബിസിനസ് വെർട്ടിക്കൽ ടെസ്റ്റിങ്ങിൽ പറയുന്നത് യൂസിങ് ആൻഡ് ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റ് ഫോർ ഡിഫറെൻറ്റ് ബിസിനസ് വെർട്ടിക്കൽസ് സച്ച് ആസ് ഇൻഷുറൻസ്, ബാങ്കിങ്, അസറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സോ ഓൺ. ഈ ടെസ്റ്റിംഗ് കേസ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യുക, പിന്നെ യൂസ് ചെയ്യുക. അതായത് ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി ഇൻഷുറൻസ്, ബാങ്കിങ്ങോ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റിനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രൂപത്തിലേക്ക് ആക്കുന്ന ടെസ്റ്റിംഗ് ആണ് ബിസിനസ് വെർട്ടിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷനാണ്. കസ്റ്റമൈസേഷൻ പറയുമ്പോൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആയി മാറ്റുക. അപ്പോൾ ആണ് അത് കസ്റ്റമൈസേഷൻ പറയുന്നത്. ടെർമിനോളജി, രണ്ട് ആസ്പെക്ട്സാണ് ടെർമിനോളജിയും സിൻഡിക്കേഷൻ. ടെർമിനോളജി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചുകൊണ്ടുള്ളൊരു ടെർമിനോളജി എന്ന് പറഞ്ഞതാണ്. മറ്റൊന്ന് അടുത്ത് പറയുന്നത് സിൻഡിക്കേഷനാണ്. സിൻഡിക്കേഷൻ ഇതുപോലെ തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള
ഒരു ബിസിനസ് വെർട്ടിക്കലാണ് സിൻഡിക്കേഷൻ. പിന്നെ അടുത്തായിട്ട് പറയുന്ന അതിൽ 2 കാര്യങ്ങളാണ്. 2 തരത്തിലാണ് ഈ ബിസിനസ് വെർട്ടിക്കൽ ടെസ്റ്റിംഗ് നടക്കുന്നത്. സിമുലേഷനും ഒന്ന് റെപ്ലിക്കേഷനും. അതിൽ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, in simulation of a vertical test, the customer or the tester assumes requirements and the business flow is tested. അതായത് ടെസ്റ്റർ അല്ലെങ്കിൽ കസ്റ്റമർ ടെസ്റ്റ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ഫ്ലോ അസ്യൂം ചെയ്യുക. അതേസമയം റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഡാറ്റ ആൻഡ് പ്രോസസ് ഒബ്റ്റെയിൻ ആൻഡ് പ്രൊഡക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി customized tested and customized product was released to the customer. സിമുലേഷന് ഓൾറെഡി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുകയാണ്. അതേസമയം റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമറിൻ്റെ എല്ലാ ഡാറ്റയും വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന രീതി, എന്നിട്ട് കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുന്ന രീതിയാണ് റെപ്ലിക്കേഷൻ. പിന്നെ അടുത്ത് പറഞ്ഞാൽ ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് ആണ്. ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സിസ്റ്റം ടെസ്റ്റിംഗ് തന്നെ ഫൈനൽ ഫേസാണ്. സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ പ്രൊഡക്റ്റ് ഡെലിവറിൻ്റെ ആസ്ഥാനം. നമുക്കറിയാം സിസ്റ്റം ടെസ്റ്റിംഗ് നടക്കുന്നത് ഡിപ്ലോയ്മെൻറ്റ് തൊട്ട് മുന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേജാണ്. ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് ദാറ്റ് ഹാപ്പൻസ് ഇൻ എ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനി ടു എൻഷുർ ദാറ്റ് കസ്റ്റമർ ഡിപ്ലോയ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആർ മെറ്റ് ഈസ് കോൾഡ് ഓഫ് സൈറ്റ്. 2 തരം ഡിപ്ലോയ്മെൻറ്റ് ഉണ്ട്. ഒന്ന് ഓഫ് സൈറ്റും മറ്റൊന്ന് ഓൺ സൈറ്റും. ഈ ഓഫ് സൈറ്റ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമുലേഷൻ വഴി ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് ദാറ്റ് ഹാപ്പൺ ഇൻ എ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനി ടു എൻഷുർ ദാറ്റ് കസ്റ്റമർ ഡിപ്ലോയ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആർ മെറ്റ് കോൾഡ് ഓഫ് സൈറ്റ്. അതേസമയം ഓൺ സൈറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ റിലീസ് ഓഫ് ദി പ്രൊഡക്റ്റ് ബൈ യൂട്ടിലൈസിംഗ് ദ റിസോഴ്സസ് ആൻഡ് സെറ്റപ്പ് അവൈലബിൾ കസ്റ്റമേഴ്സ് ലൊക്കേഷൻ. ദിസ് ഈസ് എ combined effort by product deployment organization and the organization trying to use the product. This is called on-site deployment. ഓഫ്-സൈറ്റ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു തരത്തിലുള്ള റിക്വയർമെൻറ്റ്സുമായി കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ളൊരു ടെസ്റ്റിംഗ് ആണ് ഓഫ് സൈറ്റ് ഡിപ്ലോയ്മെൻറ്റ്. ഓൺ സൈറ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കലും കസ്റ്റമർ കൊടുക്കലും കഴിയലും അതിനുള്ളിലുള്ള ടെസ്റ്റിംഗ് ആണ് ഓൺ സൈറ്റ് ഡിപ്ലോയ്മെൻറ്റ് പറയുന്നത്. ഓൺ സൈറ്റ് ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഓൺ സൈറ്റ് ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഓഫ് സൈറ്റ് ഡിപ്ലോയ്മെൻറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് ഓൺ സൈറ്റ്, അങ്ങനെയും പറയാം. പിന്നെ അടുത്ത് പറഞ്ഞ ബീറ്റ ടെസ്റ്റിംഗ് ആണ്. ഓൺ ദ മെക്കാനിസംസ് used in sending the product that is under test to the customer and receiving the feedback. ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്ത്, ചില ടെസ്റ്റ് കണ്ടീഷനിൽ ടെസ്റ്റ് കേസസ് വെച്ചുകൊണ്ട് പ്രൊഡക്റ്റിനെ കസ്റ്റമറിലേക്ക് കൊടുത്ത് കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കുക. അതായത് സം ടെസ്റ്റ് കേസ് ആകുമ്പോൾ ഒരു പ്രത്യേക ടെസ്റ്റ് കേസസ് ഇന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുള്ള രൂപത്തിൽ പറഞ്ഞ പോലെ ഇന്ന സ്പെസിഫൈ ചെയ്ത ടെസ്റ്റ് കേസസ് കൊടുത്തുകൊണ്ട് കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ആ രീതിയാണ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതാണ് ബീറ്റ പ്രോഗ്രാം. ഒരു കറക്റ്റ് ഇൻ്റർവൽ പീരീഡിലാണ് അത് നടക്കുക. ദിസ് ടെസ്റ്റിംഗ് ഈസ് പെർഫോംഡ് ബൈ കസ്റ്റമർ ആൻഡ് ഹെൽപ്ഡ് ബൈ ദ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡ്യൂറിങ് ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ബീറ്റ ടെസ്റ്റിംഗ്. ദീസ് ആർ വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് ഷെഡ്യൂൾ. This is called a beta program. അടുത്തതായിട്ട് പറയുന്നത് ലാസ്റ്റ് പോയിൻ്റാണ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെസ്റ്റിംഗ് ഫോർ കോംപ്ലയൻസ്. ഈ സർട്ടിഫിക്കേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെസ്റ്റിംഗ് ഫോർ കംപ്ലയൻസ് എന്താണ്, അത്രയാണ് പറയുന്നത്. ഒരു സർട്ടിഫിക്കേഷൻ പറഞ്ഞ പ്രൊഡക്റ്റ് നീഡ്സ് ടു ബി സർട്ടിഫൈഡ് വിത്ത് ദ പോപ്പുലർ hardware, operating system, database and other infrastructure pieces. It's called certification testing. ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഹാർഡ്വെയറും OSഉം ഡാറ്റാബേസും മറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സും, അതായത് പ്രൊഡക്റ്റിന് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനാണ് സർട്ടിഫിക്കേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അതേസമയം സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ
ഓരോ ടെക്നോളജിയുടെ സ്റ്റാൻഡേർഡ് ടൂൾസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്പൺ സ്റ്റാൻഡേർഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഫ്രീ ഓഫ് കോസ്റ്റ് വെരിഫൈ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റേഷൻ. പ്രൊഡക്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കിറ്റ് ഇപ്പോൾ ഉള്ളത് LDAP സ്റ്റാൻഡേർഡ്സ്, പല സ്റ്റാൻഡേർഡുകളുണ്ട്. അത് ഓരോ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡാണ്. അത് വിലയിരുത്തുന്നതാണ് സ്റ്റാൻഡേർഡ് ടെസ്റ്റിങ്ങിനെ ടെസ്റ്റിംഗ് ഫോർ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. മൂന്നാമത് ടെസ്റ്റിംഗ് ഫോർ കംപ്ലയൻസ് ആണ്. ടെസ്റ്റിംഗ് ദ പ്രൊഡക്റ്റിൻ്റെ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ആണ് ക്രിട്ടിക്കൽ സിസ്റ്റം ഓഫ് ടെസ്റ്റിംഗ്. അതായത് ലീഗലി ഉള്ള ഒരു കോൺട്രാക്റ്റ്, അതാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കംപ്ലയൻസ് വഴി. അതിന് പല പല മാനദണ്ഡങ്ങളുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്, പിന്നെ കുറേ ആക്റ്റുകളുണ്ട്, അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട്. ഇതൊക്കെയുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകണ്ട, ഇത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോൺ ഫങ്ഷൻ ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.